ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ മിറ്റമൊക്കെ കാണാനായിട്ട്. കാരണം വേറൊന്നുമല്ല, ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ചധികം പണിയെടുത്തത് കാരണം ഇന്ന് ഞങ്ങളുടെ മിറ്റമൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ആ ചരലൊക്കെ വാരി ഇട്ടായിരുന്നല്ലോ, എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കയറി കാണണം കേട്ടോ. ഇന്നലെ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് കാരണം പിന്നെ അതുപോലെ ഇത് എൻ്റെ ദിവസം ഉള്ള ഒരു റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിലെ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുക. ഇതൊക്കെ വീട്ടിലുള്ള ചെടികളാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം പൂക്കൾ വേണമെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നല്ല, എൻ്റെ വീട്ടിൽ പൂക്കളിടുന്ന ചെടികൾ കുറവാണ് പൊതുവെ. പിന്നെ ചെടി ഉണ്ട്, പക്ഷെ എന്നാലും വീടിൻ്റെ ഫ്രണ്ടിൽ വെയിൽ കുറച്ചേ കിട്ടുന്നുള്ളൂ. കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പുളിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പൂവിടാനായിട്ട് കുറച്ചധികം താമസമാണ് കേട്ടോ. ചെടികൾക്കൊക്കെ ഭയങ്കര മടിയാണ് ഇവന്മാർക്ക്. അത് കാരണം പിന്നെ അതുമല്ല, കൂടുതലും ഇലച്ചെടികളൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഈ കണ്ണാടി ചെടി 3 വെറൈറ്റീസേ ഉള്ളൂ കേട്ടോ. നേരത്തെ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ഈ ഒരു 3 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചധികം പൂക്കൾ കിട്ടിയത് കാരണം ഒന്നോ വീഡിയോ എടുത്ത് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മാത്രം പൂത്തിരിക്കുന്ന ചെടികളാണ് കേട്ടോ. പൂക്കളാണ് ഈ സംഭവങ്ങളൊക്കെ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇത്രയും പൂക്കൾ ഉണ്ടാവാറില്ല. ചെമ്പരത്തി മാത്രം ദിവസവും പൂവുണ്ടാവും. ഇത് പിന്നെ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് നമ്മുടെ ടേർട്ടിൽ വൈൻ, അതിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഇതെന്താ, അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുല്ലിൻ്റെ, അതേപോലെ പുല്ല് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എൻ്റെ ആ ചെത്തി താഴെ വീണ് പോയി ഗൈസ്. അത് ഞാൻ പിന്നെ അത് കുത്തി വെച്ചതാണ് കേട്ടോ ഈ സംഭവം. ഇതാകണ്ടോ. പിന്നെ ഇത് നക്ഷത്രവള്ളി. നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. നക്ഷത്രവള്ളി മേളിലോട്ടാണ് കുറേ പൂക്കളുള്ളത്. ഇത് പൈനാപ്പിൾ ചെടിയാണ് കേട്ടോ ഗൈസ്. ഇത് തിന്നാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇതേപോലെ പൈനാപ്പിൾ ഉണ്ടായി വെക്കും. പിന്നെ ഈ പൈനാപ്പിൾ ഒടിച്ചിട്ട് വേറെ കുഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ചെടിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്പരത്തി 2 സൈസിലാണ് വീട്ടിലുള്ളത്. ഈ ഒരു ചന്ദന കളറും പിന്നെ നമ്മുടെ റെഡും. അപ്പം ഇതൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലത്തെ ചെടികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദിവസമുള്ള കാഴ്ചയാണ് ഗൈസ് ഇതൊക്കെ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതെന്തോ ഒരു സൈസ് പുളിയാണ് ഇതിൻ്റെ ആ ഇലയൊക്കെ കടിച്ച് തിന്നുമ്പോഴത്തേക്കിനും. പിന്നെ അത് കല്യാണിച്ചെടിയാണ് കേട്ടോ. കല്യാണിച്ചെടിയെന്നോ അങ്ങനെ ഏതാണ്ടാ പറയുന്നത് അതിന്. ഇനി ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതും എടുത്തു. പിന്നെ പാഷൻ ഫ്രൂട്ട് മേളിലോട്ട് കുറേ കിടപ്പുണ്ട് കേട്ടോ. ഇത് റെഡ് കളറാകും പഴുക്കുമ്പം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.